നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. താങ്ക് യു എല്ലാവരോടും കേട്ടോ. നിജു പറയുന്ന നല്ലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. താങ്ക്സ് നിജു. അപ്പം നമ്മുടെ ഈ നോട്ടീസിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം. ഈ നോട്ടീസ് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒരു നോട്ടീസാട്ടോ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോക്കറ്റിൽ വെച്ച് പോയാൽ പോലും അത്രയും ഗുണം ചെയ്യും. നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഭംഗിയായിട്ട് നടക്കാറുണ്ട്. എൻ്റെ ഒരു അനുഭവം കേട്ടോ ഞാൻ പറയുന്നത്. ഒരുപാട് ഈ ചെറിയ നോട്ടീസ് നമ്മുടെ ആശ്രമത്തിൻ്റെ ഗോപുരമൊക്കെ കാണിച്ചിട്ടുള്ള ഈ നോട്ടീസ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഫലം. പിന്നെ ഇതിലാണ് അന്ത്യശരണ ജപം കൂടി എഴുതിയിട്ടുള്ളത്. അന്ത്യശരണ ജപം ഏതൊരാൾക്കും വായിക്കാൻ ചൊല്ലാവുന്നതാണ്. ഭക്തരോ നിരീശ്വരവാദികളോ ആർക്കും ചൊല്ലാവുന്ന മന്ത്രാട്ടോ. ഹര 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 ഗുരുബാബ, ജയ 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 ഗുരുബാബ, ശരണം ശരണം ഗുരുബാബ, അന്ത്യശരണം ഗുരുബാബ. ഇത്രയും മാത്രമാണ് അന്ത്യശരണ ജപം. അന്ത്യശരണം ജപിച്ച് ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ട സ്വർണ്ണ ചിത്രശലഭമെങ്കിൽ പ്രാർത്ഥിച്ചവ നടന്നിരിക്കും. അപ്പോൾ ഇതിന് മതമോ വിശ്വാസമോ ഒന്നും ഒരു പ്രശ്നമല്ല. പലരും പല വിശ്വാസങ്ങളായിരിക്കും. മനമുരുകി ഉരുവിട്ടാൽ സുഖവും ശാന്തിയും തീർച്ചയായും അനുഭവിച്ചിടാമെന്നാണ് ഗുരുബാബ പറഞ്ഞിട്ടുള്ളത്. ഇത് വിശ്വാസികൾ മാത്രമല്ല യുക്തിവാദികളും പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാട്ടോ. അപ്പോൾ ഗുരുബാബയെ ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം. ആ നോട്ടീസ് നമ്മളൊരു 10 കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഏറ്റവും നല്ലൊരു നോട്ടീസാട്ടോ.